ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പൊന്നിയർക്കുളത്തിൻ്റെ സ്വന്തം രുചിയായ മായം കലരാത്ത നാട്ടുരുചിയുടെ വിശേഷങ്ങളാണ് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് അറിയണ്ടേ? പോയാലോ? വാ. ഓക്കെ, അങ്ങനെ നമ്മൾ നാട്ടുരുചിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അബോക്കർക്ക് ഉണ്ടോയെന്നറിയില്ല, നമുക്ക് നോക്കാം. ആളിവിടെ ഉണ്ട് കേട്ടോ. അബോക്കർക്ക് നമസ്കാരം. നമസ്കാരം. അവിടെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാമെന്നാണ്. നാട്ടുരുചിയുടെ സ്പെഷ്യൽ എന്താണ് ഒക്കെ ഒന്ന് അറിയണം. ഓണക്കല്ലേ വരുന്നത്, അപ്പൊ ഒന്ന് പരിചയപ്പെടുത്തൂ. തീർച്ചയായിട്ടും നമ്മളടുത്ത് ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട്, നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുമ്പോഴേ ഈ പിന്നെ മുളക്, മല്ലി, മഞ്ഞൾ, പിന്നെ അരിപ്പൊടി, പുട്ടുപൊടി ഒക്കെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണമാണ്. പുട്ടുപൊടിയൊക്കെ സ്പെഷ്യൽ വെച്ചാൽ സ്റ്റീം പുട്ടുപൊടിയാണ്. പിന്നെ അരിപ്പൊടി ഉണ്ട്, അരിപ്പൊടി പത്തിരിക്ക് ഈ നൂൽപുട്ടിനൊക്കെ പറ്റുന്ന ആണ്. പിന്നെ ഈ കാശ്മീരി ചില്ലിക്ക് നമ്മൾ വേറെ സ്പെഷ്യലാണ്. പിന്നെ കുറച്ച് പലഹാരങ്ങളുണ്ട്, അതിൽ സൂപ്പറാണ് ഈ നമ്മളെ കോഴിവട, പൂരം വറുത്തത്, പിന്നെ ചക്ക, അവിൽ മിച്ചർ, ഇത് വേറെ സ്പെഷ്യലാണ്. സാധാ അവിലുണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ കൂവപ്പൊടി ഉണ്ട്, നല്ല ഒറിജിനൽ കൂവപ്പൊടിയാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ റാഗിപ്പൊടി, ഈ കായ വറുത്തത്, ഈ നേന്ത്രക്കായ, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ നമ്മൾ ഈ പ്രദേശത്ത് തന്നെ ശേഖരിക്കണതാണ് നമ്മളെ കൊടംപുളി, നല്ല മൂവിങ്ങില്ല, നല്ല കൊടംപുളിയാണ്. പിന്നെ അച്ചാറുകളാണ്, ഈ പിന്നെ നാരങ്ങുണ്ട്, നെല്ലിക്കുണ്ട്, മാങ്ങുണ്ട്, ഈത്തപ്പഴമുണ്ട്, വെളുത്തുള്ളിയുണ്ട്, അങ്ങനെ ഇത് അച്ചാറുകളുണ്ട്. അതുമാതിരി നാടൻ നെയ്യ്, ഇത് നമ്മളെ അടുത്ത പ്രദേശത്ത് നിന്ന് എല്ലാം നമ്മളെ പ്രദേശത്തു നിന്നൊക്കെ കളക്ട് ചെയ്യുന്നതാണ്. പിന്നെ തേനി ഞാൻ പറഞ്ഞല്ലോ, അത്രയായിട്ടാണ് നമ്മളടുത്ത് സ്പെഷ്യലായിട്ട് ഇല്ല. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പൊടിക്കാണ്ടെങ്കിൽ ഞങ്ങൾ വന്നിട്ട് കളക്ട് ചെയ്യുമോ? തീർച്ചയായിട്ടും അത് നമ്മൾ കളക്ട് ചെയ്യും. നമ്മൾ ചിലരൊക്കെ ഇപ്പോൾ വീട്ടിലൊക്കെ കഴുകാനൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ അരി മാത്രം തന്നാൽ നമ്മൾ അരി വാങ്ങിച്ചു കൊടുക്കും, കഴുകിയിട്ട് വൃത്തിയാക്കി പൊടിച്ച് വറുത്ത് പാക്ക് ചെയ്തിട്ട് അവർ വിട്ടു കൊടുക്കും. ഒരു 8 കിലോമീറ്റർ 10 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ സർവീസ് ഉണ്ട്. സോപ്പുകളൊക്കെ ഉണ്ടോ അവിടെ? സോപ്പുകളൊക്കെ കുറച്ച്. അവിടെ തേങ്ങയുടെ എന്താ പരിപാടി ഉള്ളത്? തീർച്ചയായിട്ടും നമുക്ക് തേങ്ങ കൊടുന്നാൽ തേങ്ങ ചിരകി പാക്ക് ചെയ്ത് ഫ്രീസ് ചെയ്തിട്ട് കൊടുക്കും നമ്മൾ. അതേപോലെ തന്നെ തേങ്ങ കൊടുന്നാൽ നമ്മൾ ചിരകി വറുത്ത് പാക്ക് ചെയ്ത് കൊടുക്കും. അതാണ് തേങ്ങ ഉള്ളത്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് ഒന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും നമുക്ക് പോവാം. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ്. എന്താ പേര്? സുലൈമു, അതായത് സുലൈമാൻ. എവിടെ വീട്? പുന്നേർക്കുളം AE ഓഫീസിൻ്റെ അവിടെ. ഓക്കെ. നാട്ടുരുചിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എത്ര വർഷമായി കമ്പനി തുടങ്ങിയിട്ട്? കമ്പനി 8 വർഷമായി തുടങ്ങിയിട്ട്. അതിന് മുമ്പ് എവിടെയായിരുന്നു? ഖത്തറിലായിരുന്നു, പ്രവാസിയായിരുന്നു. 10-20 കൊല്ലം പ്രവാസിയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി തിരക്കുകൾക്കിടയിലും കുറച്ച് സമയം മാറ്റി വെച്ചാൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. നന്ദി.